കഴിഞ്ഞ ദിവസം ധ്യാനിച്ച് നമ്മൾ നിർത്തിയതായ ഭാഗത്ത് നിന്ന്, അഥവാ റോമാലേഖനത്തിന്റെ ഇൻട്രൊഡക്ഷൻ, 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 17 കൂടിയുള്ള വാക്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇൻട്രൊഡക്ഷൻ. 1 മുതൽ ഉണ്ട് എങ്കിലും 1 മുതൽ 17 വരെ നമ്മൾ പൊതുവെ എടുക്കുന്നു. യഥാർത്ഥത്തിൽ ലേഖനത്തിന്റെ ഇൻട്രൊഡക്ഷൻ 3 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ 15 വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചു. ഇന്ന് നിങ്ങൾ അല്പ ശ്രദ്ധയോടെ ഇരിക്കണം. ഞാൻ അല്പ വേഗതയിലാണ് കടന്നു പോകുന്നത്, കാരണം കുറച്ചധികം സമയം അല്ലാതെ കടന്നു പോയതുകൊണ്ട്. 16-ാം വാക്യം ഒന്ന് വായിച്ചു. 16, 17 ഒരുമിച്ച് വായിച്ചു. ഈ 16, 17 അധ്യായം വാക്യങ്ങളാണ് റോമാലേഖനം 1-ാം അധ്യായം. അതിന്റെ 16, 17 വാക്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിന്റെ റോമാലേഖനത്തിന്റെ ആകത്തുക, ക്യാപ്സ്യൂൾ എന്ന് പറയാം. ഈ 16, 17 അധ്യായത്തിൽ എല്ലാം ദൈവത്തിന്റെ ആത്മാവ് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, 16, 17 അധ്യായം സുവിശേഷത്തിന്റെ രക്തചുരുക്കം, ആകത്തുകയും ഈ 16, 17 വാക്യങ്ങളിലാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. അപ്പൊ രണ്ട് കാര്യം മനസ്സിലാക്കുക. 16, 17 വാക്യങ്ങളിൽ 1-ാം അധ്യായം, റോമാലേഖനം 1-ാം അധ്യായം, അതിന്റെ 16, 17 വാക്യങ്ങളിൽ സുവിശേഷത്തിന്റെ ആകത്തുകയും റോമാലേഖനത്തിന്റെ മുഴു സത്തയും ഒരുമിച്ച് ചേർത്ത് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയിരിക്കുകയാണ്. ഇനി അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പൗലോസ് പറയുകയാണ്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് എന്തില്ല? ലജ്ജയില്ല. എന്തിനാ ലജ്ജിക്കേണ്ടത്? പൗലോസ് ഈ വാക്ക് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയുന്ന സമയത്ത് അവൻ എന്താണ് ആ സ്പിരിറ്റ്, എനിക്ക് ലജ്ജയില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കാത്ത തെറ്റല്ല. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം തരാൻ വേണ്ടി ചോദിക്കുകയാണ്. എനിക്ക് ലജ്ജയില്ല എന്ന് പറയുവാൻ കാരണം ആർക്കെങ്കിലും അറിയാവോ? ഇല്ല. ഞാൻ പറയാം. യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ക്രൂശുമരണത്തിന് പോകുന്ന ഒരുവനെ കുറിച്ചുള്ള ലോകത്തിന്റെ ചിന്ത, അവൻ ഈ സമൂഹത്തിൽ ജീവിക്കാൻ യോഗ്യനല്ല എന്നുള്ളതാണ്. നമ്മൾ വധശിക്ഷ വിധിക്കുന്ന എന്തിനാണ്? ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച്, ശിക്ഷാ നിയമം അനുസരിച്ച് ഒരാൾക്ക് വധശിക്ഷ വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് പേര് എന്താ പറയുന്നത്? ക്യാപിറ്റൽ പണിഷ്മെന്റ്. മലയാളം മനസ്സിലായല്ലോ. ഇനി അതിന്റെ വീതം ശിക്ഷയില്ല. ആ ശിക്ഷ വിധിക്കുമ്പോൾ മരണം വരെ തൂക്കിക്കൊല്ലാനാ പറയാം. നമ്മുടെ നാട്ടിലത്തെ മരണം വരെ എന്ത് ചെയ്യണം? തൂക്കിക്കൊല്ലണം. ഒരു പദം അതിനൊക്കെ അർത്ഥമുണ്ട്. മരണം വരെ, പിന്നെ തൂക്കിക്കൊന്ന ചാവില്ലെന്ന് ചോദിക്കും. മരണം വരെ തൂക്കിക്കൊല്ലാൻ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് നിങ്ങൾക്ക് ഞാൻ പിന്നീട് വല്ലപ്പോഴും എടുക്കാൻ, അത് ഈ ആത്മീയ പാഠത്തോട് ബന്ധപ്പെട്ടല്ല, അത് സയന്റിഫിക് ആയതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലായോ? അപ്പോൾ ആ കാലഘട്ടത്തിലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയിരുന്നു ക്രൂശീകരണം. ആ ക്രൂശീകരണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. പൗലോസിന്റെ ഒരു വാക്കുണ്ട്, കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി നമ്മുടെ കർത്താവ് യേശു ജനിച്ചു. അപ്പോൾ എന്തായിരുന്നു കാലസമ്പൂർണത? എങ്ങനെയാണ് കാലത്തിന്റെ സമ്പൂർണത? ഈ വിഷയത്തോടല്ല, ഇതിനനുബന്ധമായി ചിലപ്പോൾ നീ പറഞ്ഞു പോകാൻ ഞാൻ ഓർത്തില്ലെങ്കിലും എന്ന് ഓർക്കാനാണ്. എന്ത് കാലത്തേക്കായിരുന്നു? ഇനി ഞാൻ പറയാം. ബാബിലോണിയന്റെ കാലത്തിലാണെങ്കിൽ, നെബൂഖദ്നേസറിന്റെ കാലത്താണ് യേശു ജനിച്ചിരുന്നെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകുമോ? നെബൂഖദ്നേസറിന്റെ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് മോചനം വരുമോ? ഇല്ല. എന്തുകൊണ്ട്? അവൻ തീയിൽ ഇട്ട് കൊല്ലുകയാണ്. പാപമോചനം നടക്കണമെങ്കിൽ മരത്തുമേൽ തൂങ്ങുന്നവനാണ്. മരത്താൽ വന്ന പാപം മാറണമെങ്കിൽ മരത്തുമേൽ ശാപഗ്രസ്തനായിട്ട് ഒരിക്കൽ മരിക്കണം. അതുകൊണ്ട് ബാബിലോണിയ കാലഘട്ടത്തിൽ യേശു മരിച്ചു വന്നിരുന്നു, ജനിച്ചിരുന്നുവെങ്കിൽ യേശു ഒരിക്കലും നമ്മുടെ പാപത്തിന് പരിഹാരമല്ലായിരുന്നു. ഇനി മേദ്യപാർസിയുടെ കാലഘട്ടമാണെങ്കിലോ, അന്ന് യേശു ജനിച്ചെങ്കിൽ അന്നത്തെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്താണ്? സിംഹത്തിന്റെ കുഴിയിലിടുക.
അപ്പോഴും ഈ പ്രോസസ് നടക്കില്ല. ഗ്രീക്കുകാരിലാണെങ്കിൽ ശിരച്ഛേദമാണ്, അപ്പോഴും നടക്കില്ല. എന്നാൽ റോമക്കാർ വന്നപ്പോൾ അവിടുത്തെ ശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെന്റ്, കുരിശിന്റെ ആണിയടിച്ച് കുറ്റം അതിന്റെ മുകളിൽ എഴുതിക്കൊണ്ട് ആ കുറ്റവാളികളെ കൊല്ലുകയാണ്. മരത്തിന്മേൽ തൂങ്ങുന്നവൻ മാത്രമേ ശാപത്തിന് പരിഹാരം വരുത്താൻ കഴിയുകയുള്ളൂ എന്നതുകൊണ്ട് ബാബിലോൺ കാലഘട്ടത്തിൽ യേശു ജനിച്ചില്ല, മേദിപാസ്യ കാലഘട്ടത്തിൽ യേശു ജനിച്ചില്ല, ഗ്രീക്ക് സാമ്രാജ്യത്തിൽ യേശു ജനിച്ചില്ല, റോമക്കാരുടെ കാലത്തിൽ യേശു ജനിച്ചത് മരത്തുമേൽ നമ്മുടെ ശാപങ്ങൾ നീക്കാൻ ആ കാലഘട്ടം ഒരുക്കപ്പെട്ടതുകൊണ്ടാണ്. വേറെ 2-3 കാര്യങ്ങളുണ്ട്. ഞാനിവിടെ പഠിപ്പിച്ചതാണ്. ഒരിക്കൽ ആർക്കെങ്കിലും കുട്ടികൾക്കെങ്കിലും ഓർക്കുണ്ടോ? കാലസമ്പൂർണത എന്ന് പറഞ്ഞാൽ 1 കുരിശ്, 2 പല ജാതികൾ. ഗ്രീക്ക് രാജ്യത്തിൽ പോലും ഈ ഇപ്പൊ നമ്മള് കേരളത്തിലാര് പറഞ്ഞ തമിഴുകാർക്ക് മനസ്സിലാകുമോ? ഇല്ല. ഇങ്ങനെ പല ഭാഷകളാണ് ചെതറിക്കെടുക്കുന്ന ലോക ഭാഷകളെ ക്രോഡീകരിച്ചുകൊണ്ട് അലക്സാണ്ടർ ചക്രവർത്തി ഒരു കാര്യം ചെയ്തു. താൻ കീഴടക്കിയ രാജ്യങ്ങളിലെല്ലാം ഗ്രീക്ക് കോളനികൾ ഉണ്ടാക്കി. ഗ്രീക്ക് കോളനികൾ അത് പറഞ്ഞാൽ ഗ്രീക്കുകാരെ ആളുകളെ പിടിച്ചടക്കിയ രാജ്യങ്ങളിലെല്ലാം കൊണ്ടുപോയി പാർപ്പിച്ചു. അപ്പൊ ഇവരുടെ ഭാഷ ഗ്രീക്കാണ്. അവൻ ഗ്രീക്ക് ഭാഷ അവിടെ മറ്റേ സ്ഥലത്ത് എല്ലായിടത്തും ഗ്രീക്കുകാരെ ഉണ്ടായി. അപ്പോൾ പൊതുവായിട്ട് പറഞ്ഞപ്പോൾ ഗ്രീക്ക് ഭാഷ ലോകത്തിന്റെ സംസാര ഭാഷ ആയി. ലോകത്തിൽ ആർക്കും ഗ്രീക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നു. ഇപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞ പോലെ അവൻ ഇംഗ്ലീഷ് അല്ലാത്ത ഔദ്യോഗിക ഭാഷ. കുഞ്ഞുങ്ങളോട് പറഞ്ഞ ലോകത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാ? ലോകത്തിന്റെ, ഇന്ത്യയുടെ. നമ്മൾ വിചാരിക്കും ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് അല്ല ശരിക്കുള്ളത്. ഏതാണ്? ലോകത്തിന്റെ. നിങ്ങൾക്ക് പറഞ്ഞ ഹിന്ദിയിൽ പ്രസംഗിച്ച ലോകത്തിന്റെ, ഇന്ത്യയുടെ അല്ല, ഫ്രഞ്ച്. കേട്ടോ? ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് പ്രസംഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫ്രഞ്ച് ഭാഷയല്ല, ഇംഗ്ലീഷ് അല്ല. അതവിടെ കടന്നോട്ടെ. ആ വ്യത്യാസം നിങ്ങൾ എപ്പോഴെങ്കിലും വല്ല PSC ക്വസ്റ്റ്യൻ ഇതൊക്കെ വരുമ്പോൾ വരും. ലോകത്തിന്റെ ഔദ്യോഗിക ഭാഷ ഫ്രഞ്ച്. അപ്പൊ ഇവിടെ മനസ്സിലായോ? അപ്പൊ ഗ്രീക്ക് ഭാഷ ലോകത്തിന്റെ ഭാഷയായി മാറ്റപ്പെട്ടു. അതുകൊണ്ടാണ് യേശു പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? ഗ്രീക്ക് ഭാഷയില. കൊയിനെ ഗ്രീക്ക് എന്ന് പറയും. കൊയിനെ ഗ്രീക്ക്. ആ ഭാഷയിലാണ് വേദപുസ്തകത്തിലെ പുതിയ നിയമം എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ലോകത്തിൽ ഏത് രാജ്യത്തിലും ഏത് ഭാഷക്കാരനും മനസ്സിലാക്കുന്ന ഒരു കോമൺ. ഇപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ പൊതുവിൽ ഉപയോഗിക്കുന്ന പോലെ അവിടെ ഗ്രീക്ക് ഭാഷ കയറി വന്നു. 3, സുവിശേഷത്തിന്റെ സുഗമമായ യാത്രയ്ക്ക് വേണ്ടി അനേക രാജ്യവീതികൾ റോമൻ പട്ടാളം കെട്ടിയൊരുക്കി. ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ കലാപമുണ്ടായാൽ അതിവേഗം റോമൻ പട്ടാളക്കാർ അവർ ഓടിയെത്തുവാൻ വേണ്ടി വിശാലമായ രാജ്യവീതികൾ എഫേസിലും കൊലോസിലും തെസ്സലോനിക്കയിലും രാജ്യവീതികളെ പോലെ അനേകം രാജ്യവീതികൾ വെട്ടി അവൻ വെച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സുവിശേഷം അതിവേഗം പരന്നു. മനസ്സിലായോ? അപ്പോ ഇത് കാലസമ്പൂർണ്ണ ഭാഷാപരമായ ഒന്നായിരുന്നു. 2, ശിക്ഷാവിധികളിൽ ഒന്നായിരുന്നു. സാങ്കേതികമായ റോഡ് ആ കാര്യങ്ങളിൽ വികസിതമായിരുന്നു, ഭാഷകളിൽ വികസിതമായിരുന്നു. അങ്ങനെ എല്ലാവരും ഏകോപിപ്പിച്ച കാലസമ്പൂർണതയുടെ തികവിലാണ് യേശു ജനിച്ചത്. ഇന്ന് നോക്കുക, എത്രമാത്രം ദൈവം യേശു ക്രിസ്തു ലോകത്തെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് ദൈവത്തെ അവൻ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ അവൻ നോക്കുക, ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിന്റെ കാരണം എന്താണ്? ആ മനുഷ്യൻ സമൂഹത്തിൽ ജീവനോടിരിക്കുന്നത് സമൂഹത്തിന് ദോഷം വരുത്തും. സമൂഹത്തിന് ദോഷം വരുത്തുവാൻ സാധ്യത ഉള്ളത് കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? സമൂഹത്തിന് അവനെ വധശിക്ഷയിലൂടെ അവനെ ലോകത്ത് നിന്ന് മാറ്റുന്നു. 2, നീച്ച മനുഷ്യന്മാർക്ക് കൊടുക്കുന്നതാണ്, വെറുക്കപ്പെട്ടവർക്ക് കൊടുക്കുകയാണ്. ദേഷിക്കുന്നവർക്ക് ആർക്കും വേണ്ടാത്ത, എല്ലാവരും ഉപേക്ഷിച്ച, ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത മനുഷ്യരെയാണ് ക്രൂശിക്കുമ്പോൾ ആ ക്രൂശിന്റെ പതിനെ പ്രസംഗിക്കുന്നവനെ ലോകം അംഗീകരിക്കും. പൗലോസിന്റെ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിക്കേ, എനിക്ക് ക്രൂശിന്റെ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്താ സുവിശേഷം?
സുവിശേഷം. യേശുക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട യേശുക്രിസ്തു, ഇതാണ് ലോകത്തിന്റെ സുവിശേഷം, യേശുവിന്റെ സുവിശേഷം, പൗലോസിന്റെ സുവിശേഷം. അപ്പോൾ കുരിശുമേൽ തൂങ്ങിയവനെ ലോകം അംഗീകരിക്കാതിരിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനോടുള്ള സുവിശേഷത്തെ ലോകം അംഗീകരിക്കും. അവനെ ആരെങ്ങനെയാ ലോകം കാണുന്നത്? ഈ നീചനെ കുറിച്ച് പ്രസംഗിക്കുന്ന ഈ സമൂഹ ദ്വേഷികൾ പ്രസംഗിക്കുന്ന ഇതല്ലേ ആ സമൂഹത്തിന്റെ ചിന്ത? ആ സമൂഹത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക. ക്രൂശിന്റെ വചനം പ്രസംഗിക്കണമെങ്കിൽ അന്ന് ലജ്ജിക്കപ്പെടണം. എന്നാൽ സുവിശേഷം എന്തെന്ന് തിരിച്ചറിഞ്ഞ പൗലോസ് പറയുകയാണ്. പൗലോസിന് 3 തിരിച്ചറിവുകൾ സുവിശേഷത്തെ കുറിച്ചുണ്ട്. അതുകൂടെയാണ് ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പല ദൈവജനങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തുകൊണ്ട് പൗലോസ് എനിക്ക് ലജ്ജയില്ലെന്ന് പറയാൻ? അവൻ അതിന്റെ ആഴം മനസ്സിലാക്കി, അതിന്റെ ആഴം തിരിച്ചറിഞ്ഞു. ഇന്ന് പകൽ ദൈവത്തിന്റെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുവിശേഷം എന്തെന്ന് വ്യക്തതയോടെ തിരിച്ചറിഞ്ഞവർക്ക് അതിൽ അഭിമാനമുണ്ട്, അതിൽ സന്തോഷത്തോടെ അവർ പങ്കെടുക്കും. ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കുക, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു എനിക്ക് വേണ്ടി ചെയ്തത് അവൻ എന്തെന്ന് തിരിച്ചറിഞ്ഞവർക്ക് എങ്ങനെ ശാന്തരായിരിക്കാൻ കഴിയും? എങ്ങനെ നിശബ്ദരായിരിക്കുവാൻ കഴിയും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആമേൻ, ചൊവ്വല്ലൂർ ദൈവസഭയ്ക്ക് കഴിയുമായിരിക്കും. കാരണം യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് നമുക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു സ്തോത്രം പോലും പറയാൻ പോലും നമ്മുടെ അകത്ത് വഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേദപുസ്തകത്തിൽ ഇങ്ങനെ പലതും എഴുതി വെച്ചിട്ടുണ്ടാകും. അതൊക്കെ ചിന്തിക്കാൻ പോയാൽ കുണ്ടിലിയാടുന്ന അമ്മച്ചി പറഞ്ഞ പോലെ നമ്മുടെ ചിന്താഗതി. ഇന്ന് പകൽ മനസ്സിലാക്കുക, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ക്രൂശിനെ ചുമന്ന പിതാക്കന്മാർ മരിച്ചത് നമ്മൾ ഇന്ന് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ ആരാധിക്കുന്നു. എന്നാൽ ഒരു തലമുറ മുന്നോട്ട് നോക്കുക, ഈ കുന്നംകുളം പട്ടണത്തിലെ പരിശോധന നടത്താൻ പറ്റില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിന്റെ അനുഭവം പറയാം. തറവാട്ടിൽ വലിയൊരു കല്യാണം നടക്കുക, എല്ലാവരും വിളിച്ചു. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് നമ്മളെ പോലെ പാന്റ് ഷർട്ടൊന്നും ഇല്ല, തോർത്തുമുണ്ടാവുള്ളൂ. അവർ വലിയ ഡ്രസ്സ് തോർത്തുമുണ്ട്, കാശുള്ളവൻ ഒരു തോർത്തുമുണ്ട് തോർത്തു, അത്ര കഴിഞ്ഞു. അത്ര അന്നത്തെ അപ്പന്മാരുടെ സംസ്കാരം പറഞ്ഞത്. നമ്മളൊരു ഭാഗം ചില ആളുകൾ സ്നാനപ്പെട്ടു, വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. കല്യാണത്തിന് സദ്യ കഴിക്കാൻ പായ നിലത്തിട്ടിട്ട് ആമേൻ ആണ് പായ ചോറ് കൊടുക്കുന്നത്, പായിട്ടിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിളമ്പുമ്പോൾ നമ്മൾ കിട്ടിയവർ കഴിക്കുന്ന പരിപാടി ഇല്ലല്ലോ അന്ന്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതിനൊക്കെ ചില മര്യാദകളുണ്ടല്ലോ. എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കാൻ ശേഷമല്ലേ തുടങ്ങുള്ളൂ. എല്ലാവർക്കും ഭക്ഷണം ഇട്ടു തുടങ്ങി. അപ്പോൾ ഒരാള്, ഒരു യുവാവ്, ആ വിശ്വാസത്തിൽ വന്ന യുവാവ് ചേട്ടൻ തൊട്ടിരിക്കുന്നുണ്ട്. കൈമുക്കി അവൻ ചോറിൽ ഊർത്തുവാൻ കൈവച്ചു. കൈവച്ചപ്പോൾ ഉടനെ എല്ലാവരും ഒരുമിച്ച് സ്ഥലമായിട്ട് എഴുന്നേറ്റു. ഈ മാർഗം കൂടിയിരുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കില്ല. വീട്ടുടമനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഈ മാർഗം കൂടി രണ്ടുപേരും, അവരെ ചേട്ടാഞ്ചന്മാരായിരുന്നു. ഈ മാർഗം കൂടികളെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരെ ചേട്ടാഞ്ചന്മാരായിരിക്കുന്ന എഴുന്നേറ്റവരൊക്കെ അവരോട് പറയാണ്, ഇവരെ നമ്മൾ സഭ വിട്ടുപോയതാ, കുടുംബം വിട്ടതാ, ഇവര് മാർഗം കൂടിയവരാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇവരുടെ കൂടെ സദ്യ ഉണ്ടാകാൻ നമുക്ക് കഴിയില്ല. വീട്ടുടമസ്ഥനോട് ചോദിച്ചു, ഒന്നെങ്കിൽ ഇവർ രണ്ടുപേരും ഇരുത്തി നീക്കി സദ്യ നടത്താം, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇരുത്താം, ഇവരറിയപ്പെടണം. ഏത് ചെയ്യുന്നു? ആ വീട്ടിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഇവിടെ ഈ രണ്ടുപേരുടെ കേട്ടിന്റെ അഞ്ചിന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, കെട്ടിപ്പിടിച്ച് പറഞ്ഞത്, ചതിയ മക്കളെ, അറിഞ്ഞില്ലടാ ഞാൻ ഈ ചതി, ഇവരിങ്ങനെ കൂടാതെ നടത്തി അറിഞ്ഞില്ലടാ. ദയവ് ചെയ്തിട്ട് ഈ കല്യാണം നാട്ടിക്കല്ലേ, നിങ്ങൾ ഇറങ്ങി പോണം. രണ്ടുപേരെ ഇറക്കി വിട്ടു. അഞ്ചന് കരച്ചിൽ വന്നു, അത്ര പ്രായമൊന്നുമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഞ്ചനെ ഇറക്കി വിട്ടു പറഞ്ഞു, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഏറ്റവും അഞ്ചന്റെ കണ്ണീര് തുടച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ലടാ, നമുക്കൊരു സദ്യ വരുന്നു, ഇവർക്ക് പങ്കെടുക്കാൻ പറ്റാത്ത സദ്യ. പ്രൈസ് ദി ലോർഡ്. അന്ന് കണ്ണീരോട് കരഞ്ഞ് പന്തലിനും ഭക്ഷണത്തിനും ഇറങ്ങിപ്പോയവരെ തലമുറകളാണ് നമ്മൾ. നടക്കല്ലേ, വില കൊടുത്തവരുടെ മക്കളാണ് നമ്മൾ. ഈ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ അവഗണിക്കല്ലേ. ഇത് വില കൊടുത്തവരിനപ്പുറത്തുണ്ട്. പരിശോധന നടത്തിയപ്പോൾ ഹാലില് വളഞ്ഞിട്ട് തല്ലിവനാണ് ഈ കുന്നംകുളം പട്ടണത്തിലെ ക്രിസ്ത്യാനി എന്ന പെരുന്നാമതേക്കാൾ. അപ്പോൾ നമ്മുടെ അപ്പന്മാർ ചങ്കുറപ്പോടെ നിന്നു. വടിനീള മുള്ളു വരച്ച്, നായക്കോറിന്റെ പടി വരച്ച്, സ്നാനത്തല കുളത്തിൽ നായക്കോറിന്റെ പടി വരച്ച് പെൺകുട്ടികൾ, സ്നാനങ്ങൾക്ക് 17-18 വയസ്സുള്ള പെൺകുട്ടികൾ ആമ സ്നാനപ്പെടാൻ പോകുന്ന സ്നാനക്കുളത്തിൽ
എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ട അവൻ ആളുകൾ, പെൺകുട്ടികളല്ലേ, ശരീരത്തിൽ അമ്മ പ്രീസിലോ ഈ നായ്ക്കുള്ള ബോഡി ചേർന്നാൽ എന്ത് സംഭവിക്കും? ഭാരപ്പെട്ടു. പക്ഷേ അന്നത്തെ അപ്പച്ചന്മാർ ഭയപ്പെട്ടില്ല. ആ ദൈവദാസൻ പാട്ടുപാടി എഴുതി, യേശുവിൻ വീരന്മാരെ ധൈര്യത്തോടെ നടപ്പീൻ, യേശുവിൻ വീരന്മാരെ ധൈര്യത്തോടെ ജയം വൈരിയോട് പോരുക, ആശുനാമു കൊണ്ടു ജയം വൈരിയോട് പോരുക, യേശുവിൻ വീരന്മാരെ ധൈര്യത്തോടെ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ മനസ്സിലായോ? അങ്ങനെ ഇറങ്ങി അവരുടെ മക്കളൊക്കെ ആണെങ്കിൽ, സുവിശേഷത്തിന് വില കൊടുത്തോടെ മക്കളാണ് ഞാൻ നിങ്ങളെങ്കിൽ, സുവിശേഷത്തിന് ചോര കൊടുക്കേണ്ടി വന്ന മക്കളാണ് നമ്മളെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഇതിനെപ്പോലെ ഇരുന്ന് സുവിശേഷത്തെ കുറിച്ച് മടിച്ചും ലജ്ജിച്ചും ഒരു മനുഷ്യനോട് പോയി യേശുവിനെ കുറിച്ച് അറിയാതെ, ആമേൻ, നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിയെ പോലെ യേശുവിനെ നേടാൻ കഴിയാതെ, എന്തിന് സ്വന്തം കുടുംബത്തിനാകാൻ കഴിയാതെ, പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന നമുക്ക്, ലജ്ജിക്കുന്ന നമുക്ക് പൗലോസ് പറയുകയാണ്, എനിക്ക് ലജ്ജയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ലജ്ജിക്കാം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പൗലോസിനെ ഈ സുവിശേഷത്തിന്റെ മകാന്റെ ഉള്ളിലേക്ക് കയറി, പൗലോസിന്റെ ഉള്ളിലേക്ക് കയറിയ മൂന്ന് കാര്യങ്ങളുണ്ട് സുവിശേഷത്തെ കുറിച്ച്. അതിൽ രണ്ടെണ്ണം നമ്മെ സംബന്ധിച്ച് വളരെ റെലവന്റ് ആണ്. ഒന്ന് നമുക്ക് പൊതുവായി ചിന്തിക്കാം. വായിക്കാൻ നോക്കുക. പൗലോസ് മനസ്സിലാക്കിയ സുവിശേഷത്തിന്റെ മർമ്മം ഒന്ന്, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ മാത്രമേ മാനവജാതിക്ക് രക്ഷയുള്ളൂ. ലോകത്തിന് ഒരു വിടുതൽ വേണമെങ്കിൽ ആകാശത്തിന്റെ കീഴ് ഭൂമിയിൽ മനുഷ്യരുടെയും നൽകപ്പെട്ട വേറൊരു നാമവും. ഞാൻ നിങ്ങൾക്ക് തന്ന നോട്ടിൽ ആ ഭാഗത്തെ റെഫറൻസ് തന്നെ എഴുതാൻ വിട്ടുപോയി. നിങ്ങളുടെ നോട്ടിൽ തന്ന നോട്ടുകളിൽ അത് ആ വാക്യം നോക്കി എഴുതി വെക്കണം. പൗലോസ് മനസ്സിലാക്കിയ മർമ്മം, ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മനുഷ്യജാതിക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ യേശുവിന്റെ ക്രൂശ് മരണമല്ലാതെ വേറൊരു മാർഗമില്ലെന്ന് അവൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവൻ പറയുന്നത്, ഈ സന്ദേശം എനിക്ക് അത്ര വേഗത്തിക്കണമെന്ന്. കേൾക്കാത്തവർ എടുക്കലേക്ക് എനിക്കത് വേഗത്തിക്കണമെന്ന് പറയാൻ കാര്യം അവൻ സുവിശേഷത്തെ കുറിച്ച് തന്നെ അവബോധമാണ്. എനിക്ക് രക്ഷയില്ലാതെ ഞാൻ പറയുന്നു. ആര് കളിയാക്കിയാലും ആരും രക്ഷിച്ചാലും ഇന്ന് പകൽ ഈ മർമ്മം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല എന്ന് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പൗലോസ് കടക്കാനായി ഞാൻ പറഞ്ഞല്ലോ, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ കോവിഡ് രോഗത്താൽ ജനം പറയുകയാണ്. ഇന്നലത്തെ പേപ്പറിൽ വായിച്ചു, കോവിഡ് വാക്സിൻ അടിച്ച ഹരിയാനയിലെ മന്ത്രിക്കും കോവിഡ് വന്നു. ഇതൊന്നും സുരക്ഷിതത്വമൊന്നുമല്ല. പിന്നെ ഒരു അന്നധൈര്യം അത്രയ്ക്ക് ആവട്ടെ, അതില്ലാത്തവർക്ക് സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയില്ലേ. ഒന്നുമില്ലാത്തവർക്ക് എന്തെങ്കിലും ഉണ്ടാവുന്നതല്ല, ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞൊരു താല്പര്യം അതല്ല. ഈ കോവിഡിന് പൂർണ്ണപരിഹാരം ആയിട്ട് ഒരു മരുന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കറിയില്ല, ഉദാഹരണം പറഞ്ഞതാണ്. ഒരു മരുന്ന് നിങ്ങളുടെ കൈവശമുണ്ട്. നാട് മുഴുവൻ, കേരളത്തിലടക്കം നിങ്ങളറിയല്ലോ, ഡെത്ത് ടോൾ കൂടി, മരണനിരക്ക് കൂടി നമ്മുടെ കേരളത്തിൽ. 20ന്റെ മീതെ ദിവസം മരിക്കുന്നുണ്ട്. 25ന്റെ മീതിയാണ് ആവറേജ്. എന്നാൽ 20ന്റെയും 25ന്റെയും മുകളിൽ എപ്പോഴും മരണം നടക്കുന്നുണ്ട് ഈ കേരളത്തിൽ ദിവസം പ്രതി. നിങ്ങൾ ന്യൂസ് വായിച്ചാൽ കേട്ടാൽ. അപ്പോൾ ജനങ്ങളിങ്ങനെ മരിച്ചു വീഴുക. ലക്ഷക്കണക്കിന് ആളുകൾ ലോകമെങ്ങും മരിച്ചു വീണു കോവിഡ് രോഗത്ത്. നിങ്ങളുടെ കയ്യിൽ ഒരു ഒറ്റമൂലിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കയ്യിൽ ഒരു ഒറ്റമൂലി, നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലുള്ള, നിങ്ങൾക്കറിയാകുന്ന ഈ ഒറ്റമൂലി കഴിച്ചാൽ ഇതിന് പരിഹാരമാണെന്ന് വിചാരിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. നിങ്ങളത് മിണ്ടാതിരുന്നാൽ, നിങ്ങൾ ആരോടും മതി വയ്ക്കുന്നില്ല. എനിക്കിപ്പോ നേരൊന്നുമില്ല, എനിക്ക് വേറെ പണികളുണ്ട്, എനിക്ക് ഒരുപാട് പണികളുണ്ട്, ഞാൻ പറഞ്ഞില്ലെന്ന് വെച്ചാൽ നിങ്ങൾക്കത് അത് തിരിച്ചറിയുന്ന ലോകം നിങ്ങളോട് എങ്ങനെ വരുവാണ്? ദൈവസഭയിൽ നിങ്ങൾ എങ്ങനെ നിൽക്കും? സുവിശേഷത്തിന്റെ മർമ്മം ഇതാണ്. ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ
മനുഷ്യരുടെ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമവും രക്ഷ പ്രാപിപ്പാനില്ലെന്നിരിക്കെ അത് നീ മിണ്ടാതെ നിന്റെ കൈവശം വെച്ച് നിന്റെ സുഖഭോഗങ്ങൾക്ക്, നിന്റെ സൗകര്യങ്ങൾക്ക്, നിന്റെ ലോക ജീവിതത്തിന്റെ ഇമ്പങ്ങൾക്ക് വേണ്ടി മിത്രങ്ങളെ ഭേദിക്കാതിരിക്കാൻ, ഹല്ലേലൂയ, ആമേൻ, മറ്റുള്ളവരെ അസംതൃപ്തി നേടാതിരിക്കാൻ, ആമേൻ, ലക്ഷിച്ചുകൊണ്ട് യേശുവിനെ നീ മുഴുവച്ചാൽ ഇന്ന് പകൽ എനിക്ക് വരാൻ പോകുന്ന ന്യായവിധി എത്ര വലുതാണെന്ന് അറിയാമോ? സുവിശേഷത്തെ കുറിച്ച് ഒന്നാമത്തെ സത്യം, ഇതല്ലാതെ വേറൊരു മാർഗം മാനവജാതിക്ക് രക്ഷയില്ല. രണ്ടാമത് പൗലോസിന്റെ ബോധ്യം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഇതൊരു ദൈവശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്, ഇതെന്താണ്? ഹല്ലേലൂയ, ഇത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. 1 കൊരിന്ത്യർ 12:1-22 വായിച്ചിട്ട് വിശദീകരിച്ച് ഞാൻ പറയാം. വേഗം വായിക്കണം. 1 കൊരിന്ത്യർ 1:22. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് വശത്വവും രക്ഷിക്കപ്പെടുന്നവർക്കോ ദൈവശക്തിയുമാകുന്നു. മതി, ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞു. ഹല്ലേലൂയ. ഈ ഇങ്ങനത്തെ വാക്യങ്ങളൊക്കെ കാണാൻ പഠിക്കാതിരിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ്. ആ ക്രൂശിന്റെ വചനം, സുവിശേഷം നശിച്ചു പോകുന്നവർക്ക് മോശത്വം, തമാശ, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാണ്. ഇന്ന് പകൽ സുവിശേഷത്തിന്റെ ശക്തിയാലല്ലേ സമുദായത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ശാപത്തിന്റെയും രോഗത്തിന്റെ കെട്ടുപാടി കടന്ന നിങ്ങളെ സ്വതന്ത്രരാക്കിയത് ഏതായിരുന്നു? ഈ സുവിശേഷത്തിന്റെ ശക്തിയല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മദ്യപാനിയായിരുന്നവർക്ക്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, മദ്യപാനിയായിരുന്നവർക്ക് മദ്യം വേണ്ടെന്ന് വെച്ചിട്ടും മദ്യം കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല. മയക്കുമരുന്ന് അടിക്കുന്നവനെ മയക്കുമരുന്ന് അടിക്കാതെ ജീവിക്കാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരാളോട് സുവിശേഷം പറഞ്ഞപ്പോൾ ഞാൻ കൊറിയ മദ്യപാനിയാണ്, ഡോക്ടർമാര് ടെസ്റ്റ് നടത്തിയിട്ട് പറഞ്ഞു എന്റെ രക്തത്തിൽ എന്റെ ആൽക്കഹോൾ പടർന്നു കഴിഞ്ഞു, കുടിച്ചില്ലെങ്കിൽ ചത്തുപോകുന്ന ഡോക്ടർ പറഞ്ഞ അതുകൊണ്ട് കുടിക്കാതെ. അങ്ങനെ ആരെങ്കിലും മരിക്കില്ല. മരിക്കില്ലതിന് ഏറ്റവും വലിയ തെളിവ് സുവിശേഷത്തെ വന്നിട്ട് അല്ലേ? വർഷങ്ങളെടുത്ത് കുറച്ച് കുറിച്ചാണ് നിർത്തിയത്. സുവിശേഷം ഉള്ളി വ്യാപരിച്ചപ്പോൾ, കർത്താവിന്റെ വചനം ഉള്ളി സ്വീകരിച്ചപ്പോൾ 5 മുറിയിലെ ആ മുറ്റത്ത് അന്ന് രാത്രി താൻ എന്റെ മുൻപിൽ വന്നുകൊണ്ട് യേശുവിന് വേണ്ടി തന്റെ ജീവനെ സമർപ്പിച്ചു. പിന്നീട് കുടിച്ചില്ല, കൊലശയാക്കിയില്ല. അവൻ രക്തത്തിൽ അവൻ ആൽക്കഹോളുള്ള മനുഷ്യൻ തന്നെ. ഒന്നുകൂടെ പോലീസ് സ്റ്റേഷനിൽ അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടറെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലെ 2 കൂടിയിട്ട് ഞങ്ങളുടെ നമ്മുടെ പട്ടണത്തിൽ അവനും കൂടെ ഭക്ഷണം കൊണ്ടുപോകണമെന്ന്. അങ്ങനെ സമൂഹത്തിലും സ്റ്റേഷനിലും കുടുംബത്തിലും ദേശത്തിലും അവൻ ദോഷം ചെയ്തുകൊണ്ട് അവൻ ബ്ലഡിൽ ആൽക്കഹോൾ ഉള്ളവർക്ക് രക്ഷപ്പെടുത്തുക സാധാരണ ഉപദേശത്തിന് കഴിയില്ല. പക്ഷേ നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് ശക്തിയുണ്ട്, പിടിച്ചെടുക്കാനുള്ള ശക്തി. ഇതറിയാവോ? നമുക്ക് പിടിച്ചെടുക്കാനുള്ള ശക്തിയുണ്ട്. ഈ ശക്തിയെ നീ കൊട്ടയിട്ട് മൂടി വെച്ചിരിക്കുക. കൊട്ടയിട്ട് എന്തിരിക്കുക? മൂടി വെച്ചിരിക്കുക. എന്തിനെ? അവിടെ കിടന്നോട്ടെ. പൗലോസിന് മനസ്സിലായി ഇത് ദൈവശക്തിയാണ്. പ്രസംഗിക്കാൻ നേരത്തെ ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ വാക്കനുസരിച്ച് ശിഷ്യന്മാർ പുറപ്പെട്ടു. അവർ ഹല്ലേലൂയ വചനം പ്രസംഗിച്ചു. വേറൊന്നും അറിയില്ലായിരുന്നു. അവർ യേശു ക്രിസ്തു അവരെ പഠിപ്പിച്ച വചനം പ്രസംഗിച്ചു. പിന്നാലെ കർത്താവുണ്ട്. അവരോട് കൂടെ ഇരുന്നു. യേശു അവരോട് കൂടെ ഇരുന്നു. അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു. വേറൊരു ഭാഗത്ത് പറയുന്നു, അവന്റെ കൃപയുടെ വചനത്തിന് അടയാളങ്ങളിൽ അത്ഭുതങ്ങളാൽ സാക്ഷി നിന്നു. നീ ഒന്ന് ഇറങ്ങാൻ തയ്യാറുണ്ടോ? കർത്താവിനും കൂടെ ഇന്ന് കർത്താവ് കാത്തിരിക്കാൻ നീ ഒന്ന് ഇറങ്ങാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ദൈവശക്തി നമുക്ക് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ ശുഷ്കമായി പോകുന്നത്. നമുക്ക് വിശ്വാസമില്ല. നമുക്ക് ഈ സുവിശേഷത്തിന്റെ ഈ ശക്തി എന്ന വാക്കിനെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലപദാർത്ഥം ഡുനാമിസ് എന്നതാണ്. ഡുനാമിസ്, ഡൈനമിറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഡൈനമിറ്റ് അത് നമുക്കറിയാം. പണ്ട് പെരുന്നാളിന് പോയപ്പോ കേട്ടിരുന്നു അല്ലേ? പെരുന്നാളത്തിന് പോലെയൊക്കെ ഡൈനമിറ്റ് പൊട്ടിക്കും. ഡൈനമിറ്റ് പൊട്ടിക്കുമ്പോൾ എന്താണ്? ഒരു നിബന്ധനയുണ്ട്, ഗർഭിണികളെ പരിസരത്തുണ്ടാകരുത് അല്ലേ? ഹല്ലേലൂയ. കുട്ടികൾ അതിന്റെ അടുത്തുണ്ടാകരുത്, ഹൃദ്രോഗിയുടെ അടുത്തുണ്ടാകരുത്. എന്തിനാത് പറയണേ? ഡൈനമിറ്റിന്റെ ശക്തി ഭയങ്കര.
ഈ ഡൈനമിറ്റ് എന്ന് പറഞ്ഞ വാക്ക് ഉരുത്തിരിഞ്ഞത് ഈ ദൈവശക്തി എന്നാണ്, ഡുനാമിസിൽ നിന്നാണെങ്കിൽ ഇതിന്റെ പവർ എത്ര വലുതാണ്. ഇന്ന് പകൽ നീ വിശ്വസിക്കുന്നുണ്ടോ? വിടിവിക്കാനുള്ള കരുത്ത്, അന്ധകാരത്തിൽ നിന്ന്, ആഭിചാരത്തിന്, ശാപത്തിന്റെ കെട്ടുപാടിൽ കിടന്ന് മത്സ്യപ്പെടാൻ കഴിയാതെ, ഉയർന്നു പോകാൻ കഴിയാതെ, താഴേക്ക് പോയിക്കൊണ്ടിരുന്ന, ശാപത്തിൽ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളെ സുവിശേഷം ചെന്നപ്പോൾ അവർ പിടിപ്പിച്ചത് കണ്ടിട്ടുള്ളൂ. നമ്മൾ അനുഭവിച്ചവരല്ലേ? ആ സുവിശേഷമല്ല നിങ്ങളെ പിടിപ്പിച്ചത്. നിങ്ങൾ ആരും എന്തെങ്കിലും ധരിച്ചവരല്ലോ. നല്ല ശതമാനം നിങ്ങളുടെ പാരമ്പര്യത്തിന് കൂട് പൊട്ടിച്ചത് ആരാ? നിങ്ങൾ അനുഭവിച്ച കണ്ണുനീര് തുടച്ചത് ആരാ? നിങ്ങളുടെ രോഗക്കിടക്ക മാറ്റിവെച്ചത് ആരാ? ഹല്ലേലൂയ. നിരാശ മാറ്റിയത് ആരാ? മരണത്തിന്റെ കയറ് പൊട്ടിച്ചത് ആരാണ്? വിഷക്കുപ്പി വലിച്ചരിപ്പിച്ചത് ആരാ? ഇന്ന് പറഞ്ഞ ദൈവസഭ മറുപടിയുള്ള സുവിശേഷത്തിന്റെ ശക്തിയല്ലേ ഇന്ന് പറഞ്ഞ പാടി ആരാധിക്കാൻ നിന്നവിടെ കൊണ്ടുവന്നത്. എങ്കിൽ ആ സുവിശേഷം മറ്റൊരുത്തിന്റെ ജീവിതത്തിൽ, അവന്റെ കുടുംബത്തിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ, കുടുംബങ്ങളിൽ വീട്ടിൽ കൊടുക്കാൻ നീ മൂടി വെക്കുമോ? ദൈവത്തിന് മുമ്പാകെ നീ എന്ത് പറയും? ഇത് ദൈവശക്തിയാണ്. ഇത് ഡ്യുനാമിസ്, ഇത് ഹൈ പവർ ഇതിന്റെ അകത്തുണ്ട്. നമുക്കിത്, ഞാൻ ഈ റോമാലേഖനം പഠിപ്പിക്കുമ്പോൾ പറഞ്ഞല്ലോ, എനിക്കത് പഠിപ്പിക്കാനുള്ള യോഗമില്ല എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. കാരണം അത്രയും ആഴത്തിലുള്ള പുസ്തകം ഇത്. എന്റെ കഴിവ് കേടി ഞാൻ കർത്താവിന്റെ അടുക്കൽ വെച്ച് ഞാൻ 7 മാസങ്ങൾ പ്രാർത്ഥിച്ചു. 1 മാസം 2 മാസം 7 മാസങ്ങൾ പ്രാർത്ഥിച്ചു. എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു താല്പര്യമുണ്ട്. കർത്താവ് എനിക്കിഷ്ടമാണ്, എനിക്കിത് പഠിപ്പിക്കണം. നിന്നെ കുറിച്ച് എന്റെ സഭയൊന്ന് ഉണർത്തണം, സുവിശേഷത്തെ കുറിച്ച് എന്റെ സഭയ്ക്കൊന്ന് ബോധം കൊടുക്കണം, എന്നെ ശക്തീകരിക്കണം. കഴിഞ്ഞ ദിവസത്തിൽ കർത്താവിനോട് പറഞ്ഞു സ്റ്റാർട്ട്. അന്ന് മുതൽ അത് തുടങ്ങിയത്. ദൈവം ഉറപ്പ് തന്നപ്പോ, ദൈവകത്തേക്ക് ഒരു പവർ വന്നപ്പോൾ ഞാൻ ഇത് തുടങ്ങിയതാണ്. കഴിവുകൊണ്ടല്ല, കർത്താവ് സമയസമയം തരുന്ന കൃപയാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യത്തിൽ പറഞ്ഞു, സുവിശേഷം റോമലേഖനം പഠിച്ചു കഴിയുമ്പോൾ ഈ സഭ ഇതുപോലെ ഇരിക്കാൻ പാടില്ല. നമ്മുടെ അവസ്ഥകളെല്ലാം മാറ്റണം. നമ്മൾ ഓരോരുത്തരും 1-ാം നൂറ്റാണ്ടിൽ ഒരു കാര്യം, നിങ്ങളൊരു കാര്യം, 1-ാം നൂറ്റാണ്ടിൽ ഒരു പ്രത്യേകതയുണ്ട്. അന്ന് മിഷനറി സർക്കാർ മഹിന ഗോസ്പൽ ടീം ഇല്ല, ഇന്ത്യ മിഷൻ ഇല്ല, ലോകത്തിലൊരു യേശു മസീഹ് മിഷനിൽ ഒന്നുമില്ല. പക്ഷേ അന്നുള്ള 3 രാജ്യങ്ങളിലും സുവിശേഷം എത്തി, 3 ഭൂഖണ്ഡങ്ങളിൽ സുവിശേഷം എത്തി. എന്താണ്, എങ്ങനെയത് എത്തി? പൗലോസ് എല്ലാവർക്കും പറഞ്ഞാണോ? പിന്നെ എങ്ങനെ? അന്നത്തെ സഭയ്ക്ക് ഒരു ബോധ്യമുണ്ടായിരുന്നു, സുവിശേഷം അംഗീകരിച്ച് ഞാൻ സുവിശേഷം പറയണം. അന്ന് ഓരോരുത്തരും വിശദമായ സുവിശേഷകരായിരുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നെല്ലാവരും ആരായിരുന്നു? സുവിശേഷകരായിരുന്നു. സഭയോഗത്തിന് വന്ന് പോകുന്നവരല്ല, നിവൃത്തിയില്ലാത്തവരോട് ഉപവാസം പ്രാർത്ഥിക്കാൻ പോകുന്നവരല്ല. ഇന്ന് പല ദൈവമക്കൾ മനസ്സിലാക്കുക, അവരോരോരും ചെതറിപ്പോയവർ പോയ വഴികളിലെല്ലാം യേശുവിനെ സാക്ഷിച്ചു. ആരാ ചെതറിപ്പോയവർ? സ്റ്റെഫാനോസിന്റെ പീഡന നിമിത്തം കാലഘട്ടത്തിൽ ഉണ്ടായ മതപീഡന നിമിത്തം ചെതറിപ്പോയവർ ആരാ? അപ്പോസ്തലന്മാരായിരുന്നോ? അല്ല. അപ്പോസ്തലന്മാരൊഴി എന്ന് പറഞ്ഞ പാസ്റ്റർമാരൊക്കെ പാസ്റ്റർമാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്, യെരൂശലേമിൽ ഇരിപ്പുണ്ട്. പക്ഷേ വിശ്വാസികൾ പോയവരെല്ലാം പൊന്തോസിലും കുപ്രോസിലും ഫോനിക്കയിലും യേശുവിനെ പ്രസംഗിച്ചു. അവിടേക്ക് നമ്മള് കാത്തിരിക്കാണ് വർഷമായിട്ട് പറയാൻ. അന്ന് മിഷൻ ഓർഗനൈസേഷൻസ് ഇല്ല, അയക്കാൻ ആളില്ല. ഓരോ ദൈവ പൈതലും ഓരോ മിഷണറി ആയിരുന്നു. ഹല്ലേലൂയ. അവിടെ എല്ലാം സുവിശേഷം വ്യാപരിച്ചു. ഞാൻ ആഴ്ചകളായി ഈ വർഷത്തിന്റെ ആരംഭത്തിൽ പല പ്രാവശ്യം പറയാറുണ്ട്, നിങ്ങൾ ലിസ്റ്റ് എഴുതി തന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ചുരുക്കപക്ഷം അവരൊന്നും അറിയണ്ട, അവർ വീട്ടിൽ പഠിക്കലൂടെ കർത്താവേ അവകാശം ചോദിക്കുന്നു തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോയതിനകത്ത് വരുന്നു. കേട്ടുപോയതൊക്കെ ശരിയാ, അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും കാണും. പിന്നെ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എങ്ങനെ നമ്മുടെ എണ്ണം വർദ്ധിക്കുന്നത്? എങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരുന്നത്? ലിസ്റ്റ് എഴുതാൻ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ എളുപ്പമാണ്. ഓരോ പ്രാവശ്യം വർഷത്തെ പോലെ ഇത് അവസാന മാസം 11 മാസം കഴിഞ്ഞ് 12 മാസം ഓരോ പ്രാവശ്യം ഓരോ വർഷത്തിൽ ഒരു തവണയെങ്കിലും അത് കുടുംബത്തിന്റെ മുന്നിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിങ്ങളുടെ സൗകര്യപ്പെട്ട സമയത്ത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് അവരോട് പറയണ്ടേ,
നിങ്ങൾ ആ വീടിന്റെ പടിക്കലൂടെ കർത്താവേ, നിങ്ങളുടെ അകത്തുണ്ടല്ലോ പ്രാർത്ഥന, ദൈവത്തിന്റെ സമ്പർക്കം. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് കർത്താവേ, ഈ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ വർഷമായി പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ വിശ്വസ്തമായ പ്രാർത്ഥനയെങ്കിൽ ചില വാതിലുകളെങ്കിലും എനിക്ക് തോന്നിയിരിക്കും. അവിടെ പ്രാർത്ഥിക്കാൻ അവസരം ദൈവം തരും. പ്രാർത്ഥിക്കാൻ അവസരം ദൈവം തരും. നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മതി. ഞാനിപ്പോൾ നിങ്ങളോട് പൊന്നാട് താമസിച്ച് പെരുകോട് വർക്ക് ചെയ്യുമ്പോഴാണ് ഞാനൊരു വീട്ടിലേക്ക് ഇങ്ങനെ ട്രാക്റ്റുമായി കയറി ചെന്നു. ആ അപ്പച്ചനോട് ചോദിച്ചു, എന്താ? ഞാൻ പറഞ്ഞു, സുവിശേഷ ക്രിസ്ത്യാനിയുടെ വീടാട്ടോ, സുവിശേഷമാണ്. അദ്ദേഹം ഉടനെ പറഞ്ഞു, അങ്ങനെ വന്നു പോകാൻ പറഞ്ഞു. ഇറങ്ങിപ്പോന്നു. ഞാൻ പ്രാർത്ഥിച്ചിരുന്ന കുടുംബത്തിന് വേണ്ടി. ആ കുടുംബത്തിന് എന്നും ഞാൻ പഠിക്കലോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പ്രാർത്ഥിക്കും. ഒരു ദിവസം ഒരു നേരം അല്ല കേട്ടോ, വഴിപാട് പ്രാർത്ഥനയല്ല. ആ പഠിക്കലോടെ പോകുമ്പോൾ ഒക്കെ ഞാൻ പ്രാർത്ഥിക്കും, ഈ കുടുംബത്തോടെ കർത്താവ്. ഒരു ദിവസം ആ കുടുംബത്തിന്റെ അടുത്ത് വലിയൊരു ദുഃഖം കയറി, വലിയൊരു വിഷയം വന്നു. പ്രീസ് നാട്ടുകാരെല്ലാം അവിടെ പോയി കൂടിയിരുന്നു. ഞാനത് അറിഞ്ഞില്ല. ഞങ്ങൾ അപ്പോഴേക്ക് കൂറ്റനാടിക്ക് താമസം മാറ്റിയിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴറിഞ്ഞു, ഇന്ന വീട്ടിൽ ഇന്ന പോലെ ഒരു ദുഃഖം സംഭവിച്ചു. ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു. അപ്പച്ചൻ വളരെ വേദന അടിച്ച് കസലിൽ കിടക്കുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉപദേശിക്കുക. ഞാൻ കയറിയിരുന്നു. എന്താ ഉണ്ടായെന്നൊക്കെ ഞാൻ ചോദിച്ച കാര്യങ്ങൾ പറഞ്ഞു. അപ്പച്ച ദൈവസമാധാനം തരും, ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിക്കാതെയാണോ പാസ്റ്റർ പോകുന്നത്? ഞാൻ ചോദിച്ചു, അപ്പച്ചൻ ഇഷ്ടമുള്ളതുകൊണ്ട്. എന്നോട് പറഞ്ഞ വാക്ക് മനസ്സിലായോ? ഞാൻ ഇങ്ങനെ വേദനയിലിരിക്കുമ്പോഴാണോ ഞാൻ നാളെ പറഞ്ഞ കാര്യത്തെ ഓർത്തിട്ട് പാസ്റ്റർ പ്രാർത്ഥിക്കാതെ പോകുന്നത്? മനസ്സിലായോ? വാതില് തുറക്കും, നിന്നെ വിളിച്ചു കയറ്റും. പക്ഷെ നീ വിശ്വസ്തനല്ലല്ലോ അവരോട്. ഹല്ലേലൂയ. ഒരു കുടുംബത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ ഒരു അനർത്ഥം വരുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കില്ല. സോദോമിൽ ഒരു തീരണമെങ്കിൽ അബ്രഹാമിന്റെ കൺസെന്റ് അനുവാദം വേണ്ടേ? ലോത്ത് എങ്ങനെ വിടിവിച്ചപ്പെട്ടത്? അബ്രഹാം നിമിത്തം. ഇതൊക്കെ മലയാളം അറിയുന്നുണ്ട് ദൈവമക്കൾ. ഞാൻ വേഗം പോകുക. സുവിശേഷത്തിന് ശക്തിയുണ്ട്. ഇനി അതിനൊരു ഓർഡർ ഉണ്ട്. ഒന്നാമത്തേത് എന്താണ്? പൗലോസ് സുവിശേഷത്തെ കുറിച്ചുള്ള ഒന്നാമത്തെ ബോധ്യം, ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരിൽ ഈ നൽകപ്പെട്ട നാമമല്ലാതെ രക്ഷപ്രാപ്യം നാമമില്ല. സുവിശേഷം യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ അല്ലാതെ മാനവജാതിക്ക് രക്ഷയില്ല. രണ്ട്, പൗലോസിന്റെ ബോധ്യം, ഇത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാണ്. മൂന്നാമത്തത് ഇതാണ്, വിശ്വസികളോട് ഓർഡർ പറയാൻ. വിശ്വസിക്കുന്ന ഏവർക്ക് ആദ്യം യഹൂദനും പിന്നെ യവനും എന്നാണ് ഇതിന്റെ ഓർഡർ. എന്താ ഈ ഓർഡറിന്റെ കാരണം? യഹൂദന് എന്തുകൊണ്ട് മുൻഗണന? വിശ്വസിക്കുന്നവർക്ക് ആദ്യം ആൾക്കാർക്ക് തന്നെ യഹൂദൻ, പിന്നെയാണ് ആർക്ക്? യവനിന്. അപ്പൊ എന്താണ് യഹൂദന്റെ ശ്രേഷ്ഠത? അവൻ ആദ്യം കൊടുക്കാനുള്ള ശ്രേഷ്ഠത എന്തായിരുന്നു? അതെ, സ്വന്തം ജനമാണ്. പക്ഷെ അവൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. എന്തിനു വേണ്ടി? ഈ ലോകത്തിലെ മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ പരിഗണിച്ച് ജീവിക്കാൻ, വിശുദ്ധ ജീവൻ നയിപ്പാൻ ഒരു പ്രമാണമുണ്ട് കേട്ടോ. ആ പ്രമാണം ഫലമേൽപ്പിച്ച് വിശ്വസ്തമായി കാത്തു പരിപാലിക്കാൻ, അതിനനുസരിച്ച് ജീവിച്ച് ഈ ലോകത്തിൽ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ലോകത്തിന് പറഞ്ഞു കൊടുക്കുവാൻ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി യഹൂദനാണ്. ദൈവം ന്യായപ്രമാണം ഏൽപ്പിച്ച ജാതി അവരാ. പിതാക്കന്മാർ അവര്, ദൈവം അവര്, വീണ്ടെടുപ്പ് അവർക്ക് എല്ലാവർക്കായിരുന്നു. അവ ദൈവത്തിനാൽ ദൈവിക പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട യഹൂദിനെ ദൈവം പ്രമാണമേൽപ്പിച്ച് അതിനനുസരിച്ച് ജീവിക്കുവാൻ അവർ ഏൽപ്പിച്ചു. പക്ഷേ യഹൂദൻ ആ പ്രമാണത്തിൽ ജയിച്ചില്ല. യഹൂദൻ എന്തില്ല? ആ പ്രമാണം സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. ലോകത്തോട് ഇറങ്ങിച്ചെന്നു, ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് ചെന്നു, പ്രമാണം തെറ്റി. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം യേഹൂദന്റെ കൊടുത്ത പ്രമാണം യേശുക്രിസ്തുവിലൂടെ നിവർത്തിച്ചുകൊണ്ട് ഒരു പുതിയ പ്രമാണം തന്നു. ദിവസം യേശു പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, ഇതെന്റെ രക്തത്തിന്റെ പുതിയ നിയമം, ഇതെന്റെ ഹല്ലേലൂയ പുതിയ പ്രമാണം തരുന്നു. ഹല്ലേലൂയ എന്ന പ്രമാണം മനുഷ്യർ ചെയ്ത് നോക്കിയിട്ടും പാലിക്കാൻ കഴിയാത്ത, നൂറ്റാണ്ടുകളെ കഴിയാത്ത പ്രമാണം ഞാൻ എന്റെ ജീവിതത്തിലൂടെ പൂർത്തീകരിച്ചു. ഇതാ നിങ്ങൾക്ക് ഒരു പുതിയ പ്രമാണം തരുന്നു. ആ യഹൂദന്റെ പ്രത്യേകത ഏതാണ്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. റോമർ 2:9 വായിച്ച്, അവനെ രക്ഷ മാത്രമല്ല വേറെ ഒന്നും കൂടി അവനുണ്ട്. റോമർ 2:9.
തിന്മ പ്രവർത്തിക്കുന്നവനും ഏത് മനുഷ്യാത്മാവിനും നോക്കുക, കഷ്ടവും സങ്കടവും ആദ്യം രക്ഷ മാത്രമല്ല കേട്ടോ, രക്ഷ മാത്രമല്ല യഹൂദന്, ന്യായവിധിയും ആദ്യം യഹൂദനാണ്. എന്തുകൊണ്ടാ? നിന്റെ കയ്യിൽ ഒരു പ്രമാണം തന്ന്, നിന്റെ കയ്യിൽ ഒരു കൽപ്പന തന്ന്, നിന്റെ കയ്യിൽ ഒരു കാര്യം തന്നിട്ട് അതിനെ അറിയാതെ, ഓർക്കാതെ, ജീവിക്കാതെ, ശ്രദ്ധിക്കാതെ ജീവിച്ചാൽ നിനക്ക് വരുന്നത് ആദ്യം ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിച്ചാൽ. അപ്പൊ എവിടെ ആരംഭിക്കുന്നത്? ദൈവഗ്രഹം എന്ന് പറഞ്ഞാൽ എവിടെയാ? ദൈവഗ്രഹം എവിടെയാ? നമ്മളൊക്കെ തന്നെയാ. ദൈവഗ്രഹത്തിൽ ന്യായവിധി ആരംഭിച്ചാൽ പിന്നെ എങ്ങനെ തെറ്റി ഒഴിയും? ഇത് അനവധി ആളുകൾക്ക് മനസ്സിലായില്ല. നമ്മളൊരു വിഷയം വരുമ്പോൾ പ്രാർത്ഥിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച പോലെ വിഷയം വരുമ്പോൾ പ്രാർത്ഥിക്കും. എന്തിനാണ്? പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടണം. എന്റെ കാരണമെന്ന് അന്വേഷിക്കാറുണ്ട് നമ്മൾ. എന്തുകൊണ്ട് ദൈവം ഈ കഷ്ടതയുടെ പാനപാത്രം, ദുഃഖത്തിന്റെ പാനപാത്രം എനിക്ക് തന്നു? എന്താ ദൈവം എനിക്ക് എന്നോട് പറയാനുള്ളത്? ഏത് രോഗവും, ഏത് കഷ്ടവും, ഏത് നിരാശയും, ഏത് പ്രതിസന്ധിയും ഒരു സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ. എല്ലാവർക്കും തിരിച്ചറിയുന്നതല്ല. ഡെമസ്കോസിന്റെ പടിവാതിക്ക വെച്ചുകൊണ്ട് ഒരു സൂര്യനെ മിന്നുന്ന ഒരു വെളിച്ചം ചുറ്റി പൗലോസ് വീണു. കൂടെയുള്ളവരും വീണു. എല്ലാവരും താഴ്ത്തി ഫ്ലാറ്റായി. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹല്ലേലൂയ, അവർക്ക് ആർക്കെങ്കിലും കർത്താവിന്റെ ശബ്ദം കിട്ടുമോ? പൗലോസ് ഒഴികെ. ദാനിയേൽ കേട്ടു, ഒരു ഇതുപോലെ ഇടിമുഴക്കൊക്കെ കേട്ടു. ശബ്ദം വേറെ ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ല. അവര് പറഞ്ഞു ഭയങ്കര ശബ്ദം ഉണ്ടായി പറഞ്ഞു, ഇടിപെട്ട പൂരത്തിന് വെടിവെട്ടിക്കൽ പോലെ. പക്ഷെ ദാനിയേൽ പറഞ്ഞു ദൈവം സംസാരിച്ചു. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതികൂലത്തിലും ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുണ്ട്. ഇന്ന് പകൽ ദൈവമക്കൾക്ക് മനസ്സിലായോ? ദൈവം നമ്മെ ക്ഷണിക്കുന്നു തന്റെ അടുക്കിലേക്ക് ചെല്ലാൻ. നമ്മുടെ രോഗം അതാണ്. നമ്മുടെ നിരാശകൾ വരുന്നത്, അപ്രതീക്ഷ പ്രശ്നങ്ങൾ വരുന്നത്, അപകടങ്ങൾ, ആപത്ത് വരുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതത്തെ കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. കർത്താവ് നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. അവന്റെ ആത്മാവ് ഒന്നും ബാധിക്കുകയില്ല. നാം ഇതിനെ അവഗണിച്ച്, അതിനെ ഗണ്യമാക്കാതെ നാം ഇനിയും ജീവിച്ചാൽ നമുക്ക് മുന്നോട്ട് പോയി ജീവിക്കാൻ കഴിയുകയില്ല. കർത്താവ് നമ്മെ ഉപേക്ഷിക്കും. അപ്പൊ നമുക്ക് പ്രശ്നങ്ങളില്ല. കർത്താവ് ഉപേക്ഷിച്ച പിന്നെ എന്തില്ല? പ്രശ്നങ്ങൾ ഇല്ല, വേദനയില്ല, അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും ഉണ്ടല്ലോ. ഞാൻ അതുപോലെ തന്നെ അല്ല, നിനക്കുള്ളത് വേറെയാ, നിനക്കുള്ളത് വേറെയാ. ലോകത്തെ ദൈവം ഉപേക്ഷിച്ചതുകൊണ്ട് അവർ സുഖമായി ജീവിക്കുന്നു. ചില വിശ്വാസികളായ ചില ആത്മീയ നഗരക്കാരുടെ ധാരണ അവർക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തത് അവർ നല്ല ആൾക്കാരായതുകൊണ്ടാണ്. തമ്പുരാൻ തള്ളിയെന്ന് അറിയോ? കർത്താവ് ആരെ ശിക്ഷിക്കുക? അതിന്റെ അർത്ഥം എന്താ? ദൈവം ഇപ്പോഴും പ്രതീക്ഷ വെച്ചിരിക്കുന്നവർക്ക് കഷ്ടവും സങ്കടവും രോഗവും പ്രയാസമൊക്കെ ഉണ്ട്. ദൈവം ഉപേക്ഷിച്ചവനോ എല്ലാം ജോറാണ്, ഇഷ്ടം പോലെ കിട്ടും. കാരണം തൂക്കിക്കൊല്ലാൻ വിളിച്ചവൻ ആരെങ്കിലും അടിക്കുവോ? ദൈവമക്കളെ, അതിന് തൂക്കിക്കൊല്ലാൻ വെച്ചതാ. ബിരിയാണി ചോദിച്ചാൽ ബിരിയാണി കിട്ടും, പൊറോട്ട ചോദിച്ചാൽ പൊറോട്ട കിട്ടും, ചപ്പാത്തി ചോദിച്ചാൽ ചപ്പാത്തി കിട്ടും. ചോദിച്ചിട്ട് കൊടുക്കും. കാരണം കുറച്ച് ദിവസം കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകാം. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധീകരണം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന, ദൈവം താല്പര്യപ്പെടുന്നവർക്ക് ഈ ലോകത്തിൽ രോഗം, കഷ്ടം, പ്രയാസം, വേദന എല്ലാം നീ ഭയപ്പെടാനോ ഭാരപ്പെടുവാനല്ല. പകരം നീ അതിൽ പതറിപ്പോകരുത്. പകരം അതിൻ്റെ അകത്ത് ദൈവത്തിന് നിന്നോട് പറയാനുള്ളത് കേൾക്കാൻ ആ ശബ്ദം കാതുകൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കും. അവിടെ കേൾക്കാൻ കഴിയും. എന്ന് ഒരു മന്ദസ്വരം കേട്ടു, എന്നോട് സംസാരിക്കുന്ന ഒരു മന്ദസ്വരം കേട്ടു എന്ന് ഏലിയാവ് പറഞ്ഞപോലെ കേൾക്കാൻ കഴിയും. കേട്ടോ ദൈവമക്കളെ, പാട്ടുപാടിയോട് പ്രാർത്ഥിച്ചത് കഴിയില്ല. യെരൂശലേം ദേവാലയത്തിൽ, ശിലോൻ ദേവാലയത്തിൽ ഏലിയുടെ ശിഷ്യനായിട്ട്, ഏലിയുടെ സഹായിയായിട്ട് ദേവാലയത്തിൽ കൂടാരത്തിന് മുമ്പിൽ കിടന്ന് ഉറങ്ങിയവന് ദൈവശബ്ദം കേൾക്കാതെ ഏലിയുടെ അടുക്കിലേക്ക് ഓടി. മറക്കല്ലേ? നീ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും ദൈവം നിന്നോട് സംസാരിച്ച തിരിച്ചറിയണമെന്നില്ല. പരിചയമുണ്ടാകണം. ഇപ്പൊ നമ്മുടെ മക്കള് പുറത്ത് കളിക്കപ്പെടാൻ നമ്മൾ ഇരിക്കുക. അവിടെ ചെറിയ കുട്ടികൾ തീരെ ആരുമില്ല. ആ ഫേസിലോ നമ്മുടെ ജുവൻ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. തമ്പികളും ജസീസും ബിന്ദുക്കി ഇവിടെ ഇരിക്കുന്നു. അവനും മറന്നു നിൽക്കുന്നുണ്ട്. ഇവരദ്ദേഹത്തിലിരിക്കുന്നു. പെട്ടെന്ന് കരച്ചിൽ കേട്ടു. പ്രൈസലോ, 2-4 കുട്ടികൾ കരയുന്നുണ്ട്. 2-4 കുട്ടികളുണ്ട്. ഒരാൾ വീണ് കരഞ്ഞപ്പോൾ എല്ലാവരും കരഞ്ഞു. പക്ഷെ ഓരോ അമ്മമാർക്ക് അവരുടെ കുട്ടി കരഞ്ഞത് തിരിച്ചറിയില്ലേ? അറിയാം. എന്തുകൊണ്ടാണ്? ആ കുട്ടി അവരുടെ സ്വന്തം. അതുപോലെ ഹല്ലേലൂയ,
നീ യേശുവിനോട് സമയം ചെലവഴിക്കുന്നുവെങ്കിൽ, രാവിലെ ഒരു അധ്യായം രാത്രി ഒരു അധ്യായമല്ല, അല്ലെങ്കിൽ 3 അധ്യായമല്ല, പോവാൻ നേരത്ത് ഒരധികം പോകുന്ന നേരത്ത് ഒരൊറ്റ പാച്ചലല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ അവന്റെ ഇടയ്ക്ക് സമയം ചെലവഴിക്കെങ്കിൽ മാത്രമേ അവനെ തിരിച്ചറിയാൻ പറ്റൂ. ആ യേശുവിനെ എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ, യേശുവിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ അവനോട് സമയം ചെലവഴിക്കണം. പ്രൈസ് ദി ലോർഡ്. അവനോട് കൂടെ ജീവിക്കണം, അവനോട് കൂടെ വസിക്കണം. അപ്പോൾ ശബ്ദം കേൾക്കാം, അതിനകത്ത് നിന്നോട് ദൈവം സംസാരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിന് കേട്ട വർത്തമാനം ദോഷമുള്ളതാണെങ്കിലും ആമേൻ, അത് നന്മയിലേക്ക് നയിച്ചതാണ്. പൗലോസെ മുള്ളിനോട് അതൊക്കെ നല്ലതല്ല മോനെ, നീ എന്റെ മക്കളത്തൊന്നും നല്ലതല്ല. അവൻ മാനസാന്തരപ്പെട്ടു. പിന്നെ അവിടുന്ന് മുതൽ ഇന്നും പ്രസംഗിക്കുന്നത് അവനല്ലേ. പൗലോസിന്റെ ലേഖനങ്ങളല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്. നിന്നെ ഉയർത്താൻ ദൈവം നിന്നെ ശിക്ഷിക്കും, പക്ഷെ മടങ്ങി വരേണ്ട അടുത്ത് വരണം. ഏറെ നാളുകളായി പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെങ്കിൽ ചോദന ചെയ്യണം. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ? ഞാൻ എവിടെയെങ്കിലും നന്നാവേണ്ടതുണ്ടോ? എന്റെ കർത്താവ് എനിക്ക് അനുഗ്രഹം തരുവാനായിട്ട് എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? എന്താ കർത്താവെ ഈ വിഷയത്തിന് പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാത്തതെന്ന് അതിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കേ. രോഗം മാറാനോ കഷ്ടത മാറാനല്ല. എന്റെ കർത്താവ് നീ സംസാരിക്കാതിരിക്കുന്നത് പകൽ പ്രാർത്ഥിക്കുന്ന കരയാൻ പറ്റുമോ മക്കളിൽ നിന്നോട്? ഞാൻ കുറച്ച് ആഴ്ചകൾ കൊണ്ടുകൊണ്ടിരിക്കുക. ശുശ്രൂഷകൾ കഴിഞ്ഞു. എനിക്ക് സംതൃപ്തിയില്ല, എനിക്കൊരു വിഷമം. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്റെ കർത്താവെ, അങ്ങന്റെ കൂടെ പ്രസംഗിക്കാൻ എനിക്ക് തോന്നുന്നില്ല, അങ്ങന്റെ കൂടെ നിന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്തേ? ഞാൻ ദൈവത്തോട് പറഞ്ഞ ഞങ്ങളുടെ സാന്നിധ്യം തരണം. ഇപ്പോൾ ഇറങ്ങി പറഞ്ഞ ഞങ്ങളുടെ സാന്നിധ്യം, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണം. എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രാർത്ഥിച്ചു. കർത്താവ് തന്റെ ആത്മാവിനാലെ ഞാൻ നിറച്ചു. തന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഇരുത്തി, തന്റെ കൈകളിൽ നിന്ന് താങ്ങി എന്നെ കർത്താവ് ബലപ്പെടുത്തി. ഈ മക്കളെ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങൾ വിട്ടുപോയി അറിഞ്ഞിട്ടുള്ളവർ ശിശുവിനെ പോലെയാണ് നമ്മുടെ ജീവിതം. ശക്തി പോയി അറിഞ്ഞിട്ടുണ്ടോ? തിരിച്ചറിയണം. നമ്മുടെ പ്രാർത്ഥന മുറിയിൽ അത് തിരിച്ചറിയുന്നത്, നമ്മുടെ ആത്മിക ജീവിതത്തിനകത്ത് അത് തിരിച്ചറിയുന്നത്. ദൈവമക്കളെ നിലനിർത്തിക്കുക. ദൈവത്തെ അറിഞ്ഞവരെ ശിക്ഷ അധികം ഇരട്ടി. അതുകൊണ്ട് സുവിശേഷത്തിന്റെ റൂട്ട് ആദ്യ യഹൂദൻ, പിന്നെ യവനൻ. പിന്നെയാണ് ജാതികൾ. ആദ്യ യഹൂദൻ കിട്ടുന്നു, പിന്നീടാണ് ജാതികൾക്ക് വരുന്നത്. അങ്ങനെയാണല്ലോ വന്നത്. ആദ്യ യഹൂദന്മാരടുത്ത് ഇസ്രായേൽ ഗോത്രങ്ങൾ 12 അടുത്ത് പ്രസംഗിച്ചു. രക്ഷകഭാവൻ അനുസരിച്ചില്ലപ്പോൾ യേശു കർത്താവ് പിന്നീട് രണ്ടാമതയക്കുമ്പോൾ ലോകമെങ്ങും പോകാൻ പറഞ്ഞു. അതിൽ നമുക്ക് പെട്ടു. നമ്മുടെ രാജ്യവും പെട്ടത് കൊണ്ട് നമുക്ക് പകൽ ദിവസത്തിലായിരിക്കാൻ കഴിഞ്ഞു. ഇത് നമ്മളും പോയി പറയണം. അതിനായിട്ട് കർത്താവിനെ സഹായിക്കട്ടെ. അവൻ അവസരത്തിന്റെ വാക്കുകൂടി വായിച്ച് അവസാനിക്കാം. ആമേൻ. അവസാന വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നീതിമാൻ വിശ്വാസത്തെ ജീവിക്കും. ഹബക്കൂക്ക് 2:4 വാക്യത്തിൽ എടുത്തു പറയുന്ന വാക്കാണ്. ഹബക്കൂക്ക് പഴയ നിയമത്തിലാണ് വിശ്വാസ ജീവിതം. അല്ലാണ്ട് ഇത് പെന്തക്കോസ്ത് നാൾ തുടങ്ങിയപ്പോൾ പെന്തക്കോസ്ത് പരീക്ഷകൾ തുടങ്ങിയതല്ല വിശ്വാസ ജീവിതം. ഹബക്കൂക്ക് പറയുകയാണ്, എന്റെ നീതിമാൻ വിശ്വാസത്തെ ജീവിക്കുക. ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം